കല്ലൂർക്കാട് ഉപജില്ലാ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ ഉദ്ഘാടനവും ശില്പശാലയും സംഘടിപ്പിച്ചു. ആനിക്കാട് സെന്റ് സെബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ശില്പശാല ആവോലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോജി ജോസ് കുറുപ്പുമഠം ഉദ്ഘാടനം ചെയ്തു. വിദ്യാരംഗം കലാസാഹിത്യ വേദി കല്ലൂർക്കാട് ഉപജില്ലാതല ഉദ്ഘാടനം ആവോലി പഞ്ചായത്ത് പ്രസിഡന്റ് ജോജി ജോസ് കുറുപ്പുമഠം നിർവഹിച്ചു. കുട്ടികൾക്ക് തങ്ങളുടെ ഒരു കഴിവ് അത് പുറത്തേക്ക് കൊണ്ടുവരാനുള്ളൊരു വേദി ഇന്ന് സത്യം പറഞ്ഞാൽ ഒരിടത്തും ഇല്ല എന്നുള്ളത് വളരെ സത്യമായ കാര്യമാണ്. പണ്ടൊക്കെ ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്തും പണ്ട് നാട്ടിൻപുറത്ത് ചെറിയ ചെറിയ ക്ലബ്ബുകൾ വായനശാലകളൊക്കെ ഉണ്ട്. ഇന്ന് അതെല്ലാം അന്യം നിന്ന് പോയിരിക്കുകയാണ്. ആ വായനാശീലവും പരസ്പരം മറ്റുള്ളവരുമായിട്ട് സംബന്ധിച്ചും ഉള്ള ലോകത്ത് കിട്ടുന്ന അറിവ്, ആ അറിവിനോടത്തോളം മറ്റൊന്നും വളരില്ലായിരുന്നു. പക്ഷെ ഇന്നതെല്ലാം അന്യം നിന്ന് പോയി. നമ്മുടെ സമയക്കുറവും നവമാധ്യമങ്ങളുടെ കടന്നുകയറ്റവും നമ്മുടെ ഈ ഒരു മേഖലയെ വളരെയധികം പിന്നോട്ട് നയിക്കുകയുണ്ടായി. ഇനി അതെല്ലാം നമ്മുടെ ചെറുപ്പക്കാരിൽ കൂടി അത് നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. നല്ല രീതിയിലുള്ള കല അതുപോലെ നമുക്ക് വീണ്ടും പുനരുദ്ധരിക്കണം. ഇന്ന് സ്കൂളുകളിൽ മാത്രമേ ഇങ്ങനെയുള്ളൊരു പരിപാടി നടക്കുന്നതുകൊണ്ട് കുറച്ച് പേര് ഇതുമായിട്ട് തന്നെ മുന്നോട്ട് നിൽക്കുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെയും അതൊന്നും പോരാ. നമ്മുടെ കുഞ്ഞു കുട്ടികളാണെങ്കിലും ആ മൊബൈലിൻ്റെയും ഒരു കാലത്ത് ടി വി ആയിരുന്നു, ആ ടി വിയുടെ കാലം കഴിഞ്ഞു. ഇപ്പോൾ ടി വി കാണുന്നവരും വളരെ ചുരുക്കമായി. അതും പോയിട്ട് പുതിയ പുതിയ യുഗത്തിലേക്ക് നമ്മളെത്തി. ആ ഒരു രീതിയിൽ നിന്ന് നമ്മൾ മാറി. നമ്മൾ സമൂഹത്തിൽ ജീവിക്കുന്ന മറ്റുള്ളവരെ കൂടി മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് മുന്നേറാൻ ഈ കലയും സാഹിത്യം കൊണ്ട് മാത്രമേ കഴിയുകയുള്ളൂ. അതിന് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കലാസാഹിത്യ വേദി, ചെറിയ ചെറിയ സ്കൂളിൽ നിന്ന് നടക്കുന്ന വേദികൾ കുട്ടികൾക്ക് പ്രചോദനമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ആനിക്കാട് സെന്റ് സെബാസ്റ്റ്യൻസ് HSS ലോക്കൽ മാനേജർ സിസ്റ്റർ ലിസിയ നെല്ലുകുഴി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ആവോലി പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷാനവാസ് KV മുഖ്യാതിഥിയായി പങ്കെടുത്തു. അഭിനയം എന്ന വിഷയത്തിൽ നടന്ന ശില്പശാല മലയാറ്റൂർ സെന്റ് തോമസ് HSS സ്കൂളിലെ ചിത്രകലാ അധ്യാപകനായ സാബു തോമസ് നയിച്ചു. ഞാനിവിടെ വന്നിരിക്കുന്ന കുട്ടികളെ ശ്രദ്ധിക്കുകയായിരുന്നു. ഈ മുൻനിരയിലിരുന്ന കുട്ടികൾ പലരും ഇവിടെ പാട്ട് പാടുമ്പോഴും നൃത്തം ചെയ്യുമ്പോഴും ഒക്കെ അവരത് ആസ്വദിക്കുന്നുണ്ടായിരുന്നു. അതിനിടയിൽ ഒരു ആംബുലൻസ് 2 പ്രാവശ്യം ആംബുലൻസ് കടന്നുപോയി. അപ്പോൾ കുട്ടികൾ പ്രാർത്ഥിക്കുന്നതും എനിക്ക് കാണാമായിരുന്നു. ഇല്ലേ, മക്കൾ പ്രാർത്ഥിച്ചില്ലേ? 1-2 പേര് കുരിശു വരച്ചു, കുറച്ച് പേര് കൈകൂപ്പി. ഒരാൾ അടുത്ത ആളോട് പറഞ്ഞു, എടി ആംബുലൻസ് പോയി പ്രാർത്ഥിക്കണി എന്ന് പറഞ്ഞില്ലേ? ശരിയാണോ? ഞാനിവിടെ നിന്ന് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇത് കുട്ടികളിൽ നമ്മൾ ഇത്തരം നന്മകൾ കൊടുക്കുന്നത് അധ്യാപകരും മാതാപിതാക്കളുമാണ്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന അധ്യാപകരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ തീർച്ചയായിട്ടും ഇത്തരം മൂല്യങ്ങൾ ഈ വിദ്യാരംഗ കലാസാഹിത്യ വേദിയിലൂടെ കലാപരമായ സാഹിത്യപരമായ മൂല്യങ്ങൾ കൊടുക്കുന്നതോടൊപ്പം നമ്മളെ നഷ്ടപ്പെട്ടു പോകുന്ന സന്മാർഗ മൂല്യങ്ങൾ കുട്ടികൾക്ക് നൽകുക എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. ആവോലി പഞ്ചായത്ത് അംഗം ശിവൻ അയ്യപ്പൻ, മൂവാറ്റുപുഴ DEO ഇൻചാർജ് KM രാജേഷ്, കല്ലൂർക്കാട് BPO റിജോയ് സക്രിയാസ്, ബൈജു തോമസ്, സഹല KH, സിസ്റ്റർ ജിസ പുതുച്ചേരി, പാർവതി ഉണ്ണികൃഷ്ണൻ, ആനിക്കാട് സെന്റ് സെബാസ്റ്റ്യൻസ് HSS ഹെഡ്മാസ്റ്റർ സിസ്റ്റർ സിനി പാറയ്ക്കൽ, വിദ്യാരംഗം കലാസാഹിത്യവേദി ഉപജില്ലാ കോർഡിനേറ്റർ ജോമോൻ ജോസ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. സുധി അപ്ഹോൾസ്റ്ററി വർക്ക്സ് മൂവാറ്റുപുഴ 50 വർഷത്തെ സേവന പാരമ്പര്യം. മൂവാറ്റുപുഴ വെള്ളൂർക്കുന്നം സിഗ്നലിനു സമീപം പ്രവർത്തിക്കുന്ന സുധി അപ്ഹോൾസ്റ്ററി വർക്ക്സ് നൽകുന്നത് മികവുള്ള സേവനം. നിങ്ങളുടെ ഏതു വാഹനത്തിന്റെയും അപ്ഹോൾസ്റ്ററി വർക്കുകൾ മികച്ച സേവനത്തോടെയും ഉത്തരവാദിത്തത്തോടെയും ചെയ്തു തരുന്ന സ്ഥാപനം. ജീപ്പുകളുടെ അപ്ഹോൾസ്റ്ററി വർക്കുകൾക്കായി പ്രത്യേക വിഭാഗം. കൂടുതൽ വിവരങ്ങൾക്ക് 9447 319961 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.